ഇഞ്ചോടിഞ്ചിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ എന്നും ഞാൻ വെളിയിലാണ് നിൽക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ ടാഗോർ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ മത്സരിക്കുന്നത് ഇവിടുത്തെ കുറച്ച് കുട്ടികളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ വിശേഷങ്ങളും ചോദ്യങ്ങളുമായിട്ടൊക്കെ നമുക്ക് പോകാം. VMTV ന്യൂസിൻ്റെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് എൻ്റെ ജീവിതത്തിൽ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ഒരു അനുഭവം കൂടിയാണ്. ഓക്കെ, എന്താ പേര്? എൻ്റെ പേര് അരവിന്ദ്. ഇരുന്നോളൂ, റെസ്പെക്റ്റ് വേണ്ട. എൻ്റെ പേര് അരവിന്ദ്. അലൻ ആദർശ്, നിതീഷ്, ഗൗതം, ശിവത്ത്, ഉണ്ണികൃഷ്ണൻ, വിഷ്ണു, അനൂപ്, സിബിൻ, വിനായക്, അനന്തു, ഉണ്ണികൃഷ്ണൻ, ശിവജിത്ത്, കുര്യാത്തി ഷാജി. ചെറുപ്പക്കാർ മാത്രമല്ല എന്നിപ്പോൾ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് പ്രോഗ്രാം എന്നതിനെക്കുറിച്ച് പരിചയപ്പെടാം. 10 കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഓക്കെ, അതിൽ അറിയാവുന്ന ആൻസർ പറയുക. ക്ലൂസൊക്കെ ഇഷ്ടം പോലെ തരും. ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ക്വസ്റ്റ്യൻ മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. ഇവിടെ ആരും എൻ്റെ ക്വസ്റ്റ്യന് നോക്കരുത്. ഏറ്റവും കൂടുതൽ ആരാണ് പറയുന്നത് അവരാണ് വിജയി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ എന്നൊന്ന് ഉറക്കെ പറയാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരാൾക്ക് 32 പേർ കാവൽക്കാർ. അപ്പോൾ ആ ആൾ ആരാണ്? ആരാ പറഞ്ഞേ? അപ്പോൾ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവരും ക്ലാപ്പ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, ഒരമ്മ കുളിച്ചു വരുമ്പോൾ 1000 ഉണ്ണികൾ കണ്ണീരോടെ. എന്താണ്? ഒരമ്മ കുളിച്ചു വരുമ്പോൾ 1000 ഉണ്ണികൾ കണ്ണീരോടെ. എന്താണ്? മുടി കറക്റ്റ് ആൻസർ. പെട്ടെന്ന് ഇതാരും പറയത്തില്ല കേട്ടോ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ. യെസ്, ഓരോ തുള്ളിയായിട്ട് ഇങ്ങനെ വരും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു മരത്തിന് 12 കൊമ്പ്, ഒരു കൊമ്പിൽ 30 ചില്ല. എന്താണ്? 12 കൊമ്പ്. വർഷവും മാസവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു കുത്തിന് കണ്ണ് തുറക്കും, മറുകുത്തിന് കണ്ണടയ്ക്കും. ആര്? ഒരു കുത്തിന് കണ്ണ് തുറക്കും, മറുകുത്തിന് കണ്ണടയ്ക്കും. ആര്? ജീവനുള്ള വസ്തുവൊന്നും അല്ല. ജീവനുള്ളതൊന്നുമല്ല. ലൈറ്റ്. ഓക്കെ, കറക്റ്റ് ആൻസറാണ്. ബൾബ് അല്ലെങ്കിൽ ലൈറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓടും, കാലില്ല പക്ഷേ. കരയും, കണ്ണില്ല, ആമല്ല. അലാറം, അലർച്ച ഉണ്ടാകും പക്ഷെ വായില്ല. ചിരിക്കും, ചുണ്ടില്ല. ആരാണ്? അലാറമല്ല, അലാറം. ഓക്കെ, ക്വസ്റ്റ്യൻ, ഓടും, കാലില്ല, കരയും, കണ്ണില്ല, അലറി വിളിക്കും പക്ഷെ വായില്ല, ചിരിക്കും, ചുണ്ടില്ല. എന്താണ്? ഇവിടെ പ്രകൃതിയിലുള്ള ഒരു സാധനമാണ്. മേളിലോട്ട് നോക്കിയാൽ കാണാം. മേഘം. ആരാ പറഞ്ഞു? വെരി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ ഇതൊക്കെ? ഓക്കെ, എന്തോ മേഘത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യുന്നു. അടുത്ത് 1-1 3 ക്വസ്റ്റ്യൻ പറഞ്ഞ് ലീഡ് ചെയ്തിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കരിങ്കലത്തിൽ തേങ്ങാപ്പൂള്. എന്താണ്? കരിങ്കലത്തിൽ തേങ്ങാപ്പൂള്. ചന്ദ്രൻ. നമ്മളെ സാറ് ആൻസർ പറഞ്ഞേക്കുകയാണ്. അപ്പോൾ ഇനി പരിമിതമായ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കണ്ണ് 2 3 കണ്ണുണ്ട്. പക്ഷെ മനുഷ്യനും അല്ല, മൃഗവും അല്ല. എന്താണ്? തേങ്ങ. ഇവിടെ ആരാണ് പറഞ്ഞത്? കഴുത്തുണ്ട്, കാതില്ല, കൈയുണ്ട്, കാലില്ല, കോഴിക്ക് കൊത്താനുള്ള മാംസവുമില്ല. എന്താണ്? നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കഴുത്തുണ്ട്, കാതില്ല. അല്ല, കഴുത്തുണ്ട്, ചെവിയില്ല. ഓക്കെ, കൈയുണ്ട്, കാലില്ല, ഒരു കോഴിക്ക് കൊത്താനുള്ള മാംസം പോലും ഇല്ല. എന്താണ് സാധനം? പാമ്പല്ല. നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. കഴുത്തുണ്ട്, നിങ്ങളെല്ലാവരും ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള സാധനം. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കുട്ടിയല്ല, കഴിക്കുന്ന ജീവനില്ലാത്ത വസ്തുവാണ്. കഴുത്തുണ്ട്, ചെവിയില്ല,
കൈയുണ്ട് പക്ഷെ കാലില്ല. പക്ഷെ കോഴിക്ക് പൊത്താനുള്ള ഒരു മാംസം പോലും ഇല്ല. ജീവനില്ലാത്ത ഒന്നാണ്, എല്ലാവരും ഉപയോഗിക്കുന്ന സാധനം. ആൺകുട്ടികളാണ് കൂടുതൽ ഉപയോഗിക്കാറ്. വാച്ചല്ല, കഴുത്തുണ്ട് ചെവിയില്ലാത്ത എന്താണെന്ന് നോക്കി. കൈയുണ്ട് എന്നാൽ കാലില്ലാത്ത എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? മാംസം ഇല്ലാത്ത ഒന്ന്, ജീവനില്ലാത്ത ഒന്ന്. എന്ത്? 20 സെക്കൻഡ് കഴിയാറായി. നിങ്ങളെല്ലാവരും വൈറ്റ് കളർ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇപ്പൊ വൈറ്റ് കളർ ഉപയോഗിച്ചു. ടീഷർട്ട് അല്ലെങ്കിൽ ഷർട്ട് ഏതായാലും. ഓക്കെ, 4 ക്വസ്റ്റിൻ്റെ ആൻസറായി. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. കറുപ്പന് 8 മക്കൾ, മക്കളെല്ലാം ഒരുപോലെ. ഇപ്പോൾ കറുപ്പ് നിറത്തിലല്ല കാണുന്നത്, പല കളറിലും പല ഇതിലും കാണും. പക്ഷേ കറുപ്പന് 8 മക്കളാണ്, മക്കളെല്ലാം ഒരുപോലെ. പണ്ടാണ് ഈ ബ്ലാക്ക് നിറത്തിൽ മാത്രം കാണുന്നത്, അത് ഉദ്ദേശിച്ചാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ചിലന്തിയല്ല, കറുപ്പന് 8 മക്കൾ, പക്ഷേ മക്കളെല്ലാം ഒരുപോലെ. ജീവനില്ലാത്തതാണ്. നമ്മൾ കറുപ്പന് 8 മക്കൾ, ഈ മക്കളെല്ലാം ഒരുപോലെ. എന്താണ് ക്ലൂ? ജീവനില്ലാത്ത ഒന്നാണ്. ഓക്കെ, നമ്മളെല്ലാ പേരും ചില പ്രത്യേക സമയങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം. ഒറ്റ കാലേ ഉള്ളൂ. നമ്മളിങ്ങനെ കാലിൽ പിടിച്ചാൽ നമ്മളെ രക്ഷിക്കും. തീപ്പെട്ടിയല്ല, അതിൻ്റെ കാലിൽ പിടിച്ചാൽ നമ്മളെ രക്ഷിക്കും. അത് അതിൽ നിന്ന് സേഫായിട്ട് വീട്ടിൽ കൊണ്ടുപോകും, പിന്നെ പുറത്ത് കൊണ്ടുപോകും. ഓക്കെ, കുടയിലെ 8 എല്ല് കമ്പികളാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കണ്ടാൽ സുന്ദരിയാണ്, ജനിച്ചാൽ വളരില്ല. എന്ത്? കണ്ടാൽ നല്ല സുന്ദരിയാണ്, വൈറ്റ് കളറിലൊക്കെ ഇരിക്കും, പക്ഷെ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരില്ല. അകത്ത് കിടക്കുന്ന സമയത്ത് വളർന്നിരിക്കും. എന്താണ്? നമ്മൾ പൊട്ടിച്ചൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. മുട്ട. പൊട്ടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ മുട്ട വീട്ടിൽ നിന്ന് കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ എൻജോയ്ഡ് പ്രോഗ്രാമിൻ്റെ വിജയി മറ്റാരുമല്ല, നമ്മുടെ വിഷ്ണുമോനാണ്. മോന് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും VMTV ന്യൂസിൻ്റെയും ചെറിയൊരു സ്നേഹോപകാരമുണ്ട് നൽകുന്നതിന് വേണ്ടി ഫ്ലവേഴ്സ് 1 കോടിയിൽ പങ്കെടുത്ത് വിജയിച്ച ജയന്തി അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. അനന്തപുരിയിൽ നിന്ന് ജയന്തി. ത്രിമാന ചലച്ചിത്രം എന്നറിയപ്പെടുന്നത് ഏതുതരം സിനിമകളെ കുറിച്ചാണ്? ഓപ്ഷൻ എ സിനിമാസ്കോപ്പ്, ഓപ്ഷൻ ബി 70mm, ഓപ്ഷൻ സി 35mm, ഓപ്ഷൻ ഡി 3D, ഓപ്ഷൻ ഡി 2D. 3D. ഉറപ്പാണോ? താങ്കൾ പറഞ്ഞ 20,000 രൂപയുടെ ഉത്തരം ശരിയാണ്. ഇന്നത്തെ എൻജോയ്ഡ് പ്രോഗ്രാം ഒരു വെറൈറ്റി ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. കുറച്ച് വോളണ്ടിയേഴ്സിൻ്റെ ഇടയിലായിരുന്നു ഞാൻ ഇത്രയും നേരം. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ ഇന്നത്തെ എൻജോയ്ഡ് പ്രോഗ്രാം എല്ലാത്തിനേക്കാളും മറ്റൊരു വെറൈറ്റിയിലായിരുന്നു. കാര്യം ഒരുപാട് വോളണ്ടിയേഴ്സ് കുട്ടികളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഞാനിനി പ്രോഗ്രാം എടുത്തത്. എൻ്റെ ഒരു ആദ്യത്തെ അനുഭവം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ടാഗോർ തിയേറ്ററിലെ വോളണ്ടിയേഴ്സായ കുട്ടികളായിരുന്നു അവർ. അതിൽ വിഷ്ണുവാണ് വിജയിയായിട്ട് വന്നത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.